രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്ന യാമിയെ സൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അജു ഹാളിലെ സോഫയിൽ തന്നെ ഇരുന്നു. ഇന്നലെ രാത്രി ശിവ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയതിൽ എന്തെങ്കിലും സങ്കടം അവളുടെ മുഖത്തുണ്ടോ എന്നാണ് അവൻ്റെ ശ്രദ്ധ. പക്ഷേ പതിവ് പോലെ സരസ്വതി അമ്മയോട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് അവരുടെ ജോലികൾ സഹായിക്കുന്നവളിൽ പ്രത്യേകം ഒരു ദുഃഖമൊന്നും അവൻ കണ്ടില്ല. അതെന്തായിരിക്കും അവൾക്ക് വിഷമമൊന്നും ഇല്ലാത്തത്? ഇനി ചിലപ്പോൾ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രണ്ടാളും അങ്ങനെ പെരുമാറിയതാവുമോ? ഹേയ്, അങ്ങനെ വരാൻ വഴിയില്ല. രുദ്രൻ്റെ മനസ്സിലേക്ക് യാമിക്കെന്നല്ല ഒരുത്തിക്കും അത്ര പെട്ടെന്നൊന്നും ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിയില്ല. അത് താൻ മുന്നേ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇക്കഴിഞ്ഞ 3-4 മാസം കൊണ്ട് അവനെ വീഴ്ത്താനൊന്നും യാമിക്ക് കഴിയില്ല. പ്രത്യേകിച്ച് അവളെ അവൻ്റെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നത് അവൻ്റെ അച്ഛനായതുകൊണ്ട്. പക്ഷേ അന്നവളെ വിളിക്കാൻ അവൻ ഓഫീസിലേക്ക് വന്നല്ലോ. അതെന്തുകൊണ്ടാവും? ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. താൻ ചിന്തിച്ചത് തന്നെ ആയിരിക്കില്ല അവനും ചിന്തിച്ചു കാണുക. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് അവൻ്റെ തലയിലേ വരൂ എന്ന് അവനും ചിന്തിച്ചു കാണും. അതായിരിക്കും അവൾ കരഞ്ഞു കൂവിയപ്പോൾ അവൻ വിളിക്കാൻ വന്നത്. പക്ഷേ അവൾ അവനെ കെട്ടിപ്പിടിച്ചിരുന്നില്ലേ ഇരുന്നത്. ഇന്നലത്തെ പോലെ ഒത്തിരി ദേഷ്യപ്പെട്ടതായും തോന്നിയില്ല. ആലോചിക്കുന്തോറും ശിവയും യാമിയും സ്നേഹത്തിലാണെന്നും അല്ലെന്നും തോന്നി അവനെ. അങ്ങനെ ചിന്തിച്ചിട്ടും ഒരു ഉറപ്പും കിട്ടുന്നില്ല. നീ എന്താടാ ഈ ആലോചിക്കുന്നത്? പോണ്ടേ നമുക്ക്? തോളിൽ തട്ടിയുള്ള അബിയുടെ ചോദ്യം കേട്ടാണ് അജു ആലോചനയിൽ നിന്നും ഉണരുന്നത്. ഒന്നുമില്ല, പോണം. വർക്കൗട്ട് കഴിഞ്ഞ് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവനെ നോക്കി അജു അല്ലാമ്മയോടെ പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. ശിവ പോയോ? അബി റൂമിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് തന്നെ കിട്ടൂ. അജു തെല്ല അഹങ്കാരത്തോടെ പറഞ്ഞു നിർത്തിയതും ശിവ റൂമിൽ നിന്നും താഴേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. ബ്രൗൺ കളർ പാൻസും ഓഫ് വൈറ്റ് നിറത്തിലുള്ള ഷർട്ടും ഒക്കെയായി നല്ല എക്സിക്യൂട്ടീവ് ലുക്കിൽ വരുന്നവനെ അജുവും അബിയും ഒരുപോലെ നോക്കി നിന്നു. അവൻ താഴെ ഹാളിൽ എത്താനായതും കൃത്യസമയത്ത് തന്നെ ലിയ വല്ലാത്തൊരു ധൃതിയിൽ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ വിഷ് ചെയ്ത് കയ്യിലെ ബാഗ് വാങ്ങി തിരികെ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ പെണ്ണെ, ഇവിടെ ഇങ്ങനെ നിൽക്കാതെ ഒന്ന് അങ്ങോട്ട് ചെല്ല്. ആ ചെറുക്കൻ ഇന്ന് നേരത്തെ പോണമായിരുന്നോ? ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങി വന്ന ശിവയെ കണ്ടതും അരികെ നിൽക്കുന്ന യാമയെ നല്ലൊരു നുള്ളിക്കൊണ്ട് സരസ്വതി അമ്മ ചോദിച്ചു. എന്നോടൊന്നും പറഞ്ഞില്ല അമ്മ. നുള്ളു കിട്ടിയിടം തടവിക്കൊണ്ട് യാമയും ശിവയെ നോക്കിപ്പോയി. നീ ചോദിച്ചു കാണില്ല, അത് തന്നെ. ചെന്ന് കാപ്പി എടുക്കട്ടെ, കഴിക്കാൻ എന്താ വേണ്ടേ എന്നൊക്കെ ചോദിക്ക്. ഇങ്ങനെയൊക്കെയല്ലേ ആണുങ്ങളുടെ മനസ്സിൽ കയറി പറ്റുന്നത്. ഈ പെണ്ണിതൊക്കെ ഇനി എന്ന് പഠിക്കാനാ എൻ്റെ ഈശ്വര. ഒരു കൈ നെഞ്ചിൽ വെച്ച് മറു കൈ കൊണ്ട് യാമയെ മുന്നോട്ട് തള്ളിക്കൊണ്ട് രഹസ്യം പോലെ ശബ്ദമടക്കി അവളോട് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അവൻ വേണ്ടെന്ന് പറയും. അമ്മ ചോദിച്ചു നോക്ക്. ലിയയോട് എന്തോ കാര്യമായി സംസാരിക്കുന്നവനെ തെല്ല് കെറുവോടെ നോക്കിക്കൊണ്ടവൾ പറഞ്ഞു. അതെ, എന്നെയാണല്ലോ അവൻ കെട്ടിയത്. ദേ പെണ്ണെ, എൻ്റെ വായിൽ നിന്ന് വല്ലതുമൊക്കെ കേൾക്കാൻ നിൽക്കാതെ അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നുണ്ടോ നീ? ഹാളിലേക്ക് പോകാതെ കിച്ചണിൽ തന്നെ നിൽക്കുന്നവളെ മുന്നോട്ട് തള്ളിക്കൊണ്ട് സരസ്വതിയമ്മ ചൂടിയോടെ പറഞ്ഞതും യാമി മനസ്സില്ലാ മനസ്സോടെ അടുക്കള വാതിലിലേക്ക് ചെന്നു. ചോദിച്ചാൽ കേൾക്കാൻ പോകുന്ന മറുപടി എന്തായിരിക്കുമെന്ന് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെ ചോദിക്കാൻ ഒട്ടും താല്പര്യമില്ല അവൾക്ക്. നിനക്ക് കോഫി എടുക്കട്ടെ ശിവ? യാമി മെല്ലെ ഒന്ന് ചോദിച്ചതും സിറ്റൗട്ടിൽ നിന്നും ശേഖരൻ അകത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. കോളം തികഞ്ഞു എന്നപ്പോൾ യാമിയുടെ മനസ്സ് ദയനീയമായി. യാമി ചോദിച്ചത് കേട്ടെങ്കിലും ശിവ അത് കേൾക്കാത്ത പോലെ ലിയയോട് സംസാരിച്ചു നിന്നു. അബിയും അജുവും എല്ലാം യാമിയുടെ ചോദ്യം കേട്ട് ശിവയുടെ പ്രതികരണം അറിയാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ശിവ, നിനക്ക് കോഫി എടുക്കട്ടേന്ന് യാമി ഒരു നിശ്വാസത്തോടെ അല്പം ഉച്ചത്തിൽ അവനോട് ചോദിച്ചതും ശിവയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ലിയ മെല്ലെ മുഖമുയർത്തി യാമിയെ നോക്കി. ശിവയുടെ കണ്ണുകൾ തന്നെ നോക്കുന്ന അച്ഛനെ ഒന്ന് നോക്കി. പിന്നെ മെല്ലെ അവൻ യാമിയുടെ നേർക്ക് തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു. യാമി ഒരു വല്ലായ്മയോടെ അവനെയും അവിടെയുള്ള മറ്റുള്ളവരെയും നോക്കി. എന്നെ തിന്നാനും കുടിപ്പിക്കാനും നീ ആരടി? വല്ലാത്തൊരു ദേഷ്യത്തോടെ അവൻ അവളെ നോക്കി ചോദിച്ചതും യാമി ഒന്നും മിണ്ടാതെ അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. അബിക്ക് ശരിക്കും യാമിയോട് പാവം തോന്നിപ്പോയെങ്കിൽ ശിവയ്ക്ക് യാമി ഒട്ടും ഇഷ്ടമല്ല എന്ന് അജു ഉറപ്പിച്ചു. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, നീ വീട്ടിലെ മരുമകളായിരിക്കും. പക്ഷെ ഒരിക്കലും എൻ്റെ ഭാര്യയാണെന്ന അവകാശം കാണിക്കരുതെന്ന്. ശിവയ്ക്ക് വാക്കൊന്നേ ഉള്ളൂ. അത് ഓർമ്മയിൽ വെച്ചാൽ നിനക്ക് നല്ലത്. സരസു, ഒരു കപ്പ് കോഫി ഇങ്ങ് തന്നെ. യാമയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടവൻ പറഞ്ഞതും ശേഖരൻ കലിയോടെ അയാളുടെ റൂമിലേക്ക് കയറി. അബി യാമി അത്രയും അലിവോടെ നോക്കി നിൽക്കെ അജു ചുണ്ടിൽ വിരിഞ്ഞൊരു ചിരിയോടെ അവൻ്റെ റൂമിലേക്കും കയറി. ഈ കുത്തുവാക്ക് കേൾക്കാൻ പോകാതെ നിന്നവളെ ഉന്തിത്തള്ളി പറഞ്ഞയച്ചതിൽ വല്ലായ്മ തോന്നിയ സരസ്വതി അമ്മ ശിവയെ നന്നായി പ്രാഗിക്കൊണ്ടാണ് അവൻ ചോദിച്ച കോഫി എടുത്ത് കയ്യിലേക്ക് കൊടുത്തത്. യാമി ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല.
ശിവ കോഫി വാങ്ങാനെന്നോണം ഒരല്പം മുന്നോട്ട് വന്നവൻ തല ഉയർത്തി നിൽക്കുന്നവളുടെ എടുപ്പിൽ നല്ലൊരു നുള്ളു കൊടുത്തുകൊണ്ട് സരസ്വതിയമ്മയുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങി തിരികെ ഹാളിലേക്ക് നടന്നു. യാമി ശബ്ദമില്ലാതെ എരിവ് വലിച്ചു കൊണ്ടവനെ കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കി. അവൻ നുള്ളിയല്ലേ? സരസ്വതിയമ്മ വന്ന് യാമിയുടെ എടുപ്പിലൊന്ന് തടവി കൊടുത്തുകൊണ്ട് ചോദിച്ചതും യാമി വീർത്ത മുഖത്തോടെ അവരെ ഒന്ന് നോക്കി. ആ ചെറുക്കൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിപ്പോയെൻ്റെ മോളെ. എന്തെങ്കിലുമൊക്കെ കാണിച്ചതിനെ നന്നാക്കി എടുക്കാനാണ് ഞാനിങ്ങനെ നിന്നോട് ഓരോന്ന് ചെയ്യാൻ പറയുന്നത്. സാരമില്ല, വിഷമിക്കേണ്ട, ഒക്കെ ശരിയാവും. അവളുടെ ആ പരിഭവം എന്തിനാണെന്നറിയെ അവർ സ്നേഹത്തോടെ പറഞ്ഞതും യാമി അവരെ നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു പോയി. പിന്നെ മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടു എടുത്ത കോഫി ഒരിറ്റു പോലും കുടിക്കാതെ ടേബിളിൽ തന്നെ വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നവനെ. അവളൊരു ചെറുചിരി കലർന്ന നിശ്വാസത്തോടെ അവനെ നോക്കിയിരുന്നു. വൈകുന്നേരം ഓഫീസിൽ വർക്ക്സ് ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് അജു യാമയുടെ അടുത്തേക്ക് വരുന്നത്. എന്തൊക്കെയായിരുന്നു? അവൻ നിനക്ക് വേണ്ടി എന്നെ തല്ലാൻ വരും, കൊല്ലാൻ വരും, ചുമ്മാ തട്ടി വിട്ടതാണല്ലേ? അവനൊരു പരിഹാസ ചിരിയോടെ ചോദിച്ചതും യാമി ഒന്നും മിണ്ടാതെ അവൻ പറയുന്നതൊന്നും കേൾക്കാത്ത പോലെ ഫോണിലേക്ക് നോക്കിയിരുന്നു. നീ എന്തിനാ യാമി എന്നെ ശത്രുവായി കാണുന്നേ? ഞാൻ നിനക്കെന്ത് ദ്രോഹ ചെയ്തേ? അജു സൗമ്യമായി ചോദിച്ചതും യാമി നെറ്റി ചുളിച്ചൊരു സംശയത്തോടെ അവനെ നോക്കി. എടോ, സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല. മറിച്ച് താൻ എന്നെ ഒരു ശത്രുവായി കാണുന്നതിലുള്ള വിഷമമേ ഉള്ളൂ. അന്ന് അങ്ങനെയൊക്കെ പെരുമാറിയതും ആ ഒരു ദേഷ്യം കൊണ്ടാ, സത്യം. അജു വളരെ സൗമ്യമായി അവളോട് പറഞ്ഞു. ഞാൻ ശിവയെ സ്നേഹിക്കുന്നതല്ല അജുവേട്ടൻ്റെ പ്രശ്നം. യാമി ഒരു സംശയഭാവത്തിൽ അവനോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ശരിക്കും അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. നോക്കിയാമി, അവൻ ഇന്ന് പറഞ്ഞതുപോലെ നിന്നെ അവനൊരിക്കലും അവൻ്റെ ഭാര്യയായി കാണില്ല. അതവൻ ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടും മറ്റാരും കാണാത്ത ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് നീ അവനെ എന്തിനാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ? നിന്നോടവൻ എത്ര മോശമായിട്ടാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും. എന്നിട്ടും ഒരു പരാതി പോലും പറയാതെ നീ എന്തിനവനെ സഹിക്കുന്നു? നിന്റെ ആ രണ്ടാനമ്മയെയും അവരുടെ ഭർത്താവിനെയും പേടിച്ചിട്ടാണോ? ആണെങ്കിൽ വേണ്ടടോ, തനിക്ക് ഇവിടുന്ന് US പോകാനുള്ളതൊക്കെ ഞാൻ ശരിയാക്കി തരാം, സത്യം. അജു അവൾക്കടുത്തേക്ക് അല്പം മാഞ്ഞുകൊണ്ട് പറഞ്ഞു. യാമയ്ക്ക് ശരിക്ക് അതിശയമാണ് തോന്നിയത്. ശിവ തന്നെ വെറുക്കുന്നു എന്ന് ഉറപ്പ് വന്നപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം, അതാണ് അവളെ അതിശയിപ്പിക്കുന്നത്. താൻ പലപ്പോഴും ശിവയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിലാണ് അവനപ്പോൾ തന്നോട് ദേഷ്യം തോന്നിയിരിക്കുന്നത്. നോക്ക് യാമേ, നിന്നോട് അവൻ എങ്ങനെ പെരുമാറുന്നു എന്ന് ആ വീട്ടിലെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും അവരാരും നിനക്ക് വേണ്ടി ഒന്നും സംസാരിക്കുന്നില്ല. കാരണം എന്താ? അവനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നവർക്കൊക്കെ അറിയാം. അതാണ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ അജുവേട്ടൻ സത്യം പറയോ? അജു വളരെ കാര്യമായി സംസാരിച്ചു വന്നതും യാമി ഒരൽപ്പം സൗമ്യമായി അവനോട് ചോദിച്ചു. ചോദിക്ക്. അജു അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി കസേരയിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. അജുവേട്ടൻ മനസ്സിലാക്കിയതൊക്കെ ശരിയാ. ശിവയ്ക്ക് എന്നെ ഇഷ്ടമല്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ചേർച്ചയിലും അല്ല. ഒരു 3 മാസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് നടക്കും. അതവൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനെന്ന നിലയിൽ എനിക്കവനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നില്ല. എനിക്കവനെ ഇഷ്ടമാണ്. ആ ഇഷ്ടം നേടിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. അതാ എന്തൊക്കെ പറഞ്ഞ് നോവിച്ചാലും ഞാൻ പിന്നെയും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അവനെൻ്റെ ഭർത്താവല്ലേ എന്നോർക്കുമ്പോൾ കുറ്റങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആജുവേട്ടനല്ലാതെ ആ വീട്ടിൽ ആരും എന്നോട് ശിവയെ വിട്ടു പോകാൻ ആവശ്യപ്പെടുന്നില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നും അല്ല അജുവേട്ടൻ അത് പറയുന്നതെന്നും എനിക്കറിയാം. എനിക്കറിയേണ്ടത് ശിവയോട് അജുവേട്ടൻ ഇത്രയും ദേഷ്യം തോന്നാനുള്ള കാരണം എന്താണെന്നാ. യാമി വല്ലാത്തൊരു പ്രതീക്ഷയോടെ ഏറെ നാളായി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേൾക്കാനുള്ള ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു. യാമിയുടെ അച്ഛനെ ഒരാൾ തല്ലിച്ചതച്ച് പാതി ജീവനായി തളർത്തിയിട്ട അയാളോട് യാമിക്ക് സ്നേഹമാണോ അതോ ദേഷ്യമാണോ ഉണ്ടാവുക? പതിഞ്ഞൊരു ചിരിയോടെ അജു അവളെ നോക്കി ശബ്ദം കുറച്ച് ചോദിച്ചതും യാമി വല്ലാത്തൊരു പകപ്പോടെ അവനെ ഉറ്റുനോക്കി. അതെ, അവൻ കാരണം എൻ്റെ അച്ഛൻ ഒരു ജീവശവമായി തളർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 7 വർഷങ്ങളായി. യാമി, അപ്പോൾ പിന്നെ എനിക്കെങ്ങനെയാ അവനോട് ദേഷ്യമില്ലാതിരിക്കും? നീ പറ. അവൻ ചോദ്യത്തോടെ യാമിയെ നോക്കി. ശിവയാണോ? യാമി ഒരു നടുക്കത്തോടെ അവനോട് ചോദിച്ചു. അജു മെല്ലെ ഒന്ന് മൂളി. എന്തിനാ അവൻ അങ്ങനെ ഒരാളെ തല്ലാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. എന്നാലും യാമിയോടായതുകൊണ്ട് ഞാൻ പറയാം. അച്ഛനുമായി അവൻ വഴക്കിട്ടത് അവൻ തന്തയില്ലാത്തവനാണെന്ന സത്യം എൻ്റെ അച്ഛന് ഒരിക്കൽ അവനോട് തുറന്നു പറയേണ്ടി വന്നപ്പോഴാണ്. അജു പുച്ഛം കലർന്നൊരു ചിരിയോടെ യാമിയെ നോക്കി പറഞ്ഞതും യാമി കേട്ടത് വിശ്വാസം വരാത്തൊരു ഭാവത്തോടെ അവനെ നോക്കി. എനിക്ക് മനസ്സിലായില്ല. അവൻ്റെ കണ്ണിലേക്ക് ഒറ്റ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു.
മനസ്സിലാവില്ല എൻ്റെ യാമി. നിനക്കെന്നല്ല, കുഞ്ഞോൾക്കും തനുവിന് പോലും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നീ ഭർത്താവെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നവനുണ്ടല്ലോ, അവൻ ശരിക്കും ആ വീട്ടിൽ ആരുമല്ല. ആരുമല്ലെന്ന് പറഞ്ഞാൽ ആരുമല്ല. ആ വീട്ടിൽ കഴിയാൻ എനിക്കുള്ള അതേ അവകാശമേ അവനുമുള്ളൂ. യാമി ഇരിക്കുന്ന ടേബിളിന് മുകളിൽ ഉണ്ടായിരുന്ന ഒരു പേനയെടുത്ത് വെറുതെ കറക്കിക്കൊണ്ടവൻ അത്രയും പരിഹാസഭാവത്തിൽ പറഞ്ഞു. ഒന്ന് തെളിച്ചു പറ അജുവേട്ടാ. ശിവയപ്പ അങ്കിളിൻ്റെ മോനല്ലേ? യാമി അറിയാനുള്ളൊരു തിടുക്കത്തോടെ ചോദിച്ചു. അല്ലെന്നേ യാമി, ഞാൻ ഇത്രയും നേരം ഈ പറഞ്ഞത് എന്നിട്ടും മനസ്സിലായില്ലേ നിനക്ക്? അജു അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു. യാമി ഒന്നും മിണ്ടാതെ അവനെ നോക്കി. ഇന്നീ കാണുന്ന പോലെയൊന്നും അല്ലായിരുന്നു അവൻ. കുഞ്ഞിലേ സംസാരിച്ചു തുടങ്ങിയ കാലം തൊട്ട് ചിറക്കൽ രാജശേഖരൻ്റെ മോനെന്നത് അത്രയും അഭിമാനമായി മിനിറ്റിൽ 40 തവണ എന്നപ്പോൾ വീമ്പ് പറഞ്ഞു നടന്നവനാ. അച്ഛൻ്റെ പേരിൽ ചില്ലറ നകളിപ്പൊന്നും അല്ലായിരുന്നു അവൻ. പകയിരുന്ന കണ്ണുകളോടെ വല്ലാത്തൊരു ഭാവത്തോടെയാണവൻ ഓരോന്നും പറയുന്നത്. അതും അവിടെ ഓഫീസിൽ മറ്റാരും കേൾക്കാതെ അല്പം രഹസ്യമായി. ഇന്ന് അതേ അച്ഛനെ തന്നെ ഒരു വിലയും കൽപ്പിക്കാതെ അവൻ നടക്കുന്നത് നീയും കാണുന്നില്ലേ? അതെന്തെന്നു കൊണ്ടാണെന്ന് അറിയോ? അജു ഒരു ചോദ്യത്തോടെ യാമിയെ നോക്കി. കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അമ്പരപ്പിൽ നിന്നവൾ അവനോട് മെല്ലെ ഇല്ലെന്ന് തനിയെനിക്ക്. അവൻ സ്വന്തം മകനല്ലാന്ന് ഒരിക്കൽ അങ്കിൾ തന്നെ അവനോട് പറഞ്ഞു. അതും ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും എല്ലാം മുമ്പിൽ. അന്നത്തെ ആ രംഗം ഓർത്ത് ഇപ്പോഴും ആനന്ദുകൊണ്ട് പറഞ്ഞു വന്നതും അഭി വന്നവൻ്റെ തോളിൽ മെല്ലെ തട്ടിക്കൊണ്ട് രാജശേഖരൻ്റെ ക്യാബിനിലേക്ക് നടന്നത് വളരെ പെട്ടെന്നായിരുന്നു. അജും യാമിയും ഒരുപോലെ സംശയത്തിൽ അവനെ നോക്കിയെങ്കിലും അവരോടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അഭി ശേഖരൻ്റെ ക്യാബിനുള്ളിലേക്ക് കയറി. എന്താടാ? ആ പോക്കിൽ എന്തോ പന്തികേട് തോന്നിയ അജു യാമിക്കരികിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ പിന്നാലെ നടന്നു. അജു പറഞ്ഞതിലുള്ള നടുക്കവും ഇപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായത് എന്നൊരു സംശയത്തോടെയും യാമി ചുറ്റും നോക്കി. അതേ നേരത്ത് തന്നെയാണ് അവരുടെ അതേ ടെൻഷനോടെ അനിയും രാജശേഖരൻ്റെ റൂമിലേക്ക് നടന്നു കയറിയത്. സ്റ്റാഫ്സ് എല്ലാം എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ട്. എന്തോ വലിയ പ്രശ്നം ഉണ്ടായി എന്ന് തോന്നിയതും യാമി എഴുന്നേറ്റ് അവർക്ക് പരിചയമുള്ള 1-2 സ്റ്റാഫിൻ്റെ അടുത്തേക്ക് നടന്നു. എന്താ പ്രശ്നം? യാമി അവരെ നോക്കി മെല്ലെ ചോദിച്ചു. ഇന്നത്തെ ടെൻഡർ നമ്മുടെ കമ്പനിക്ക് കിട്ടിയില്ല മാം. സർ നല്ല ദേഷ്യത്തിലാണ്. 2 ബഡ്ജറ്റിലുള്ള പ്ലാൻ ഇട്ടതാണ്, പക്ഷേ 2ഉം കിട്ടിയില്ല. അവരിൽ ഒരാൾ അതീവ രഹസ്യമായി യാമിയോട് പറഞ്ഞു. പിന്നെ ഏത് കമ്പനിക്കാണ് കിട്ടിയതെന്നറിയോ? യാമി കുഞ്ഞൊരു ആകാംക്ഷയോടെ ചോദിച്ചു. US ബേസ്ഡായി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത പുതിയൊരു കമ്പനിക്കാണ് ടെൻഡർ കിട്ടിയത്. മറ്റൊരാൾ ചുറ്റുപാടും നോക്കി ശബ്ദം കുറച്ചു പറഞ്ഞു. അതങ്ങനെ പുറത്തു നിന്നുള്ള കമ്പനിയൊന്നും അല്ല മക്കളെ. ഇന്നലെ രാമാനുജൻ സർ ശേഖരൻ സാറിനോട് പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടതാ. ഇപ്പോൾ ഈ ടെൻഡർ പിടിച്ച കമ്പനി ഉണ്ടല്ലോ, അത് നമ്മുടെ സാറിൻ്റെ മകൻ്റെ കമ്പനിയാണ്. മറ്റൊരാൾ വലിയ കാര്യമായി പറഞ്ഞതും ചുറ്റുമുള്ളവരുടെ അതിശയം കലർന്ന ഭാവം കണ്ട് യാമിയുടെ ചുണ്ടിൽ കുഞ്ഞൊരു ചിരി തെളിഞ്ഞു. ഏത്? അനി സാറോ അതോ അഭി സാറോ? മറ്റൊരാൾ സംശയത്തോടെ ചോദിച്ചു. ഇവർ രണ്ടുമല്ല, ഇവരുടെ നടുക്കഷ്ണമായി ഒന്നുണ്ട്, ശിവരുദ്ധ്. കാഴ്ചയിലും പെരുമാറ്റത്തിലും ഒക്കെ ഇവരെക്കാൾ ഇത്തിരി കടുപ്പം കൂടിയ ഇനമാണെന്ന് അന്വേഷിച്ച പറഞ്ഞത്. മാമിനെ അറിയില്ല ആളെ? ആളുടെ കമ്പനിയാണ് ഇപ്പം നമ്മളെ വെട്ടിച്ച ടെൻഡർ പിടിച്ചത്. അയാൾ ഒരു പവറോടെ പറഞ്ഞതും യാമിയുടെ ചുണ്ടിലെ ചിരി കൂടുതൽ ഭംഗിയുള്ളതായി. ആഹാ, അപ്പോൾ പിന്നെ നമ്മുടെ സാർ എന്തിന് ഇത്ര ദേഷ്യം കാണിക്കുന്നത്? നമുക്ക് കിട്ടിയില്ലെങ്കിലും സ്വന്തം മോന് തന്നെയല്ലേ കിട്ടിയത്, അപ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്? കേട്ടു നിന്ന മറ്റൊരു സ്റ്റാഫ് ചോദിച്ചു. അതങ്ങനല്ല സിനിമ, അവരച്ഛനും മകനും തമ്മിൽ എന്തോ ക്ലാഷുണ്ട്. അതല്ലേ ആ മകൻ മാത്രം നമ്മളെ കമ്പനിയിലേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കാത്തത്. അല്ല, ഒരു കണക്കിന് നോക്കാത്തത് തന്നെയേ നല്ലത്. കാണാൻ കൊള്ളാവുന്ന രൂപമാണെങ്കിലും സ്വഭാവത്തിൽ ആ ഭംഗിയൊന്നും ഇല്ല. മുന്നിൽ നിൽക്കുന്നവർ ആരായാലും മുന്നും പിന്നും നോക്കാതെ നിർത്തിപ്പൊരിക്കും. അക്കാര്യത്തിൽ ശേഖരൻ സാറിനെ കടത്തി വെട്ടുമെന്നാണ് കേട്ടത്. അയാൾ ഒരു നിശ്വാസത്തോടെ പറഞ്ഞു. ആഹാ, അത്രയ്ക്ക് ലുക്കാണോ കാണാൻ? അല്ല, ആളുടെ കല്യാണം കഴിഞ്ഞതാണോടാ? കൂട്ടത്തിലെ ഒരു പെൺതരി ചിരിയോടെ അന്വേഷിച്ചു. ആ, അതൊക്കെ കഴിഞ്ഞതാ. വെറുതെ ആ വഴിക്കൊന്നും ആരും നോക്കണ്ട. അവരുടെ സംസാരം തെല്ലു ഗമയോടെ കേട്ട് നിന്ന യാമി ആ ചോദ്യം കേട്ടതും ചെറിയൊരു ചുടിയോടെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് നിന്നും അവൾ ഇരുന്നിടത്തേക്ക് തന്നെ നടന്നു. മേൻ കണ്ടിട്ടുണ്ടാവുമല്ലോ ആളെ. എങ്ങനെയാ, ഇവൻ പറഞ്ഞതുപോലെ തന്നെയാണോ? ആ പെൺകുട്ടി യാമിയുടെ പിന്നാലെ വന്ന് ചിരിയോടെ തിരക്കി. ആ, സ്വഭാവം ആ പറഞ്ഞതൊക്കെ തന്നെയാ. ഞാൻ എന്നും കാണുന്നുണ്ട്. പറഞ്ഞു വരുമ്പോൾ ആ സാറിൻ്റെ ഭർത്താവായി വരും. ഇനി എന്തെങ്കിലും അറിയണോ ഗീതുവിന്? യാമി ചിരിയോടെ ആ പെൺകുട്ടിയെ നോക്കി ചോദിച്ചതും
ആ പെൺകുട്ടി ശരിക്കും അതിശയത്തോടെ യാമി നോക്കി. അപ്പോൾ അഭിസർ? ആ കുട്ടി സംശയത്തോടെ യാമിയെ നോക്കി. അഭിസറിനെന്താ? യാമി സംശയത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല മാം. ഞങ്ങൾ കരുതിയത് മാം അഭിസറിൻ്റെ ഫിയാൻസി ആണെന്നാ കരുതിയത്. ആ കുട്ടി വല്ലായ്മ നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് മെല്ലെ അവിടെ നിന്നും നടന്നു. അന്ന് ഓഫീസ് ടൈം കഴിഞ്ഞ് എല്ലാവർക്കും ഒപ്പം വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെയും എല്ലാവരുടെ മുഖവും വല്ലാത്ത ഗൗരവത്തിലായിരുന്നു. ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. നഷ്ടപ്പെട്ടത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെൻഡർ ആണെന്ന് യാമിക്ക് അവരുടെ ആ ഗൗരവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. വീട്ടിലെത്തിയ ഇനി ഇതിനെ ചൊല്ലിയൊരു വഴക്കുണ്ടാകുമോ എന്നവൾ ചിന്തിച്ചു. ഒപ്പം അതിനേക്കാൾ വലിയ ചോദ്യചിഹ്നമായി ഇന്ന് അജു പറഞ്ഞ കാര്യങ്ങളും മനസ്സിൽ കിടക്കുന്നുണ്ട്. പറഞ്ഞത് അജു ആയതുകൊണ്ട് തന്നെ പാതിയെ വിശ്വസിക്കാനാവൂ. ശിവയോട് നേരിട്ട് ചോദിക്കാമെന്ന് വെച്ചാൽ അത് ശരിയാവില്ല. ഇതൊന്നും അവനൊരിക്കലും തന്നോട് പറയില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. വീടിന് മുന്നിൽ കാർ നിന്നതും യാമി എല്ലാവർക്കും ഒപ്പം തന്നെ വീട്ടിലേക്ക് കടന്നത് തൊട്ട് പിന്നിലായി തന്നെ രാജശേഖരൻ്റെ കാറും വന്നിട്ടുണ്ട്. ഒന്നും മിണ്ടാതെ മെല്ലെ അകത്തേക്ക് കടന്നതേ കാണുന്നത് സുഭദ്രാമയ്ക്കും താനൂനുമൊക്കെ ലഡു കൊടുക്കുന്ന ലിയയെയാണ്. അജുവിൻ്റെ മുഖം നല്ല ദേഷ്യത്തിലാണെങ്കിൽ ശേഖരൻ വല്ലാത്തൊരു ഗൗരവത്തോടെ ആരെയും നോക്കാതെ അയാളുടെ റൂമിലേക്ക് നടന്നു. ആ നിങ്ങൾ വന്നോ? ദേ അവർക്ക് കൂടി കൊടുക്കുമോളെ. സുമതി എല്ലാവരും വന്നിട്ടുണ്ട്, ചായ എടുക്കൂട്ടോ. ആ ലഡു എടുത്ത് അബിയുടെ ചുണ്ടോരം മുട്ടിച്ചുകൊണ്ട് സുഭദ്രാമ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും അബി അമ്മയെ നോക്കി വാടിയൊരു ചിരിയോടെ ലഡു മെല്ലെ ഒന്ന് കടിച്ചെടുത്തു. ടെൻഡർ പിടിച്ചെടുത്ത സന്തോഷമായിരിക്കും അല്ലേ? അജു ലിയയെ നോക്കിയൊരു പുച്ഛഭാവത്തിൽ ചോദിച്ചു. യാമി ലിയയുടെ കയ്യിൽ നിന്നും ഒരു ലഡു വാങ്ങിക്കൊണ്ട് ലിയയുടെ മറുപടി അറിയാനായി അവളെ നോക്കിയതും ലിയ അജുവിനെ നോക്കി ചിരിയോടെ അതേ എന്ന് പറഞ്ഞു. ഒരു ടെൻഡർ പിടിച്ചെടുത്തതിൽ ഇത്രയും ആഘോഷിക്കാനൊക്കെ ഉണ്ടോ? ഹാ, നിങ്ങളുടെ കമ്പനിയുടെ ഫസ്റ്റ് ടെൻഡർ ആയിരിക്കുമല്ലേ ഇത്? അവനൊരു പരിഹാസ ഭാവത്തിൽ ചോദിച്ചു. യെസ് സർ, ഇവിടെ ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊജക്റ്റായത്. ലിയ നിറഞ്ഞ ചിരിയോടെയും ബഹുമാനത്തോടെയും തന്നെ അവന് മറുപടി കൊടുത്തു. ഈ മാസം വേറെയും ഒത്തിരി പ്രൊജക്ട്സ് ഉണ്ടായിരുന്നല്ലോ, അതൊന്നും അറിഞ്ഞില്ലായിരുന്നോ? അതോ ഇൻവൈറ്റ് ഇല്ലായിരുന്നോ? അജു പരിഹാസത്തോടെ തന്നെ ചോദിച്ചതും അബിയുടെ മനയുടെയും ഒക്കെ നോട്ടം ലിയയുടെ നേർക്കായി. അല്ല സർ, അതൊക്കെ അറിഞ്ഞിരുന്നു, ഇൻവൈറ്റ്സും കിട്ടിയിരുന്നു. പക്ഷെ അതൊക്കെ ചെറിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് രുദ്രൻ സർ വേണ്ടെന്ന് വെച്ചതാ. ലിയ ചിരിയോടെ പറഞ്ഞതും അജുവിൻ്റെ മുഖം ഒന്നിരുണ്ടു. അബിയും മനയും പരസ്പരം ഒരു നിശ്വാസത്തോടെ ഒന്ന് നോക്കി. ഞാൻ അന്നേ പറഞ്ഞതാ ഒന്നും നിസ്സാരമായി കാണണ്ടെന്ന്. ഇനിയെങ്കിലും രണ്ടാളും അഹങ്കാരം നിർത്തി തലച്ചോറ് ഉപയോഗിക്ക്. ലിയ കേൾക്കാതെ അബി മാത്രം കേൾക്കും വിധം പറഞ്ഞുകൊണ്ട് അനി മെല്ലെ അവൻ്റെ റൂമിലേക്ക് നടന്നു. സർ എടുത്തില്ല. ലിയ ലഡുവിൻ്റെ ബോക്സ് അജുവിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അജു ഒരു നീരസത്തോടെ അവൻ്റെ റൂമിലേക്ക് നടന്നു. ലിയ ഇരിക്കൂ കേട്ടോ, കാപ്പി കുടിച്ചിട്ട് പോകാം. സുഭദ്രാമ ലിയയെ നോക്കി ചെറിയൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവരുടെ റൂമിലേക്ക് നടന്നു. സത്യത്തിൽ ശിവയുടെ കമ്പനി ശേഖരൻ്റെ കമ്പനിക്ക് കിട്ടേണ്ട പ്രൊജക്റ്റ് പിടിച്ചെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് ലിയ ആ മധുരം നൽകിയത് എന്നവർക്ക് അറിയില്ലായിരുന്നു. ശേഖരേട്ട. റൂമിലേക്ക് കയറിയ സുഭദ്രാമ അവിടെ റൂമിലെ സോഫയിൽ തല ചായച്ചിരിക്കുന്ന ശേഖരനെ കണ്ടതും അയാൾക്ക് അടുത്തേക്ക് ചെന്ന് മെല്ലെ വിളിച്ചു. അവനില്ലേ ഇവിടെ, അതോ പോയോ? ശേഖരൻ അവരെ നോക്കി തളർന്നൊരു സ്വരത്തിൽ ചോദിച്ചു. ഇവിടെയുണ്ട്. സുഭദ്രാമ അയാൾക്ക് അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് പറഞ്ഞു. എന്താ ഉണ്ടായേ? എനിക്കൊന്നും മനസ്സിലായില്ല, അതാ. സുഭദ്രാമ വല്ലായ്മയോടെ ചോദിച്ചു. എന്തുണ്ടാവാൻ? എല്ലാ തരത്തിലും എൻ്റെ മോനെന്നെ ശത്രുവായി കണ്ടു തുടങ്ങി, അത്ര തന്നെ. അയാളൊരു വിങ്ങലോടെ പറഞ്ഞു. എന്തൊക്കെ ഈ പറയുന്നേ? അതൊന്നുമില്ല, അവൻ്റെ ദേഷ്യമൊക്കെ മാറും. ശേഖരേട്ടൻ്റെ തോളിൽ കൈവച്ച് കൊണ്ടവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവൻ്റെ ദേഷ്യവും വാശിയൊന്നും കുറയില്ല ഭദ്രേ. വർഷം ഇത്രയേ ആയില്ലേ, ഇനി എന്നാ? നിനക്കറിയോ, ഇന്നെനിക്കൊപ്പം നിന്നുകൊണ്ടാ അവൻ്റെ ഈ വിജയമെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്ന അച്ഛൻ ഞാനായിരിക്കും. നിറഞ്ഞു വന്ന കണ്ണുകൾ തിടച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും സുഭദ്രാമയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. നമുക്കൊപ്പം നിന്നില്ലെങ്കിലും പുറത്തേക്കൊന്നും അല്ലല്ലോ ശേഖരേട്ടാ, നമ്മുടെ ദേവുവിന് വേണ്ടിയല്ലേ അവൻ. സുഭദ്രാമ ഏറെ വല്ലായ്മയോടെ പറഞ്ഞു വന്നതും ശേഖരൻ്റെ ഒരു നോട്ടത്തിൽ അവർ മൗനമായി പോയി. ആർക്ക് വേണ്ടിയാണെന്നതല്ല എൻ്റെ വിഷമം ഭദ്രേ. എൻ്റെ മക്കൾ 4 പേരും എനിക്കൊപ്പമാണ് വേണ്ടത്, നമുക്കൊപ്പമാണ് വേണ്ടത്. ശേഖരൻ അവരെ നോക്കി ചൂടിയോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. വന്ന് കയറി കാലിൽ ഇവിടെ തന്നെ നിൽക്കാതെ ഈ കോഫി എടുത്ത് റൂമിലേക്ക് ചെല്ലുമോളെ. രാവിലെ തന്നെ ആ ചെറുക്കൻ ഒരു വക കഴിക്കാതെയും കുടിക്കാതെയുമാ ഇവിടുന്ന് പോയത്. ലിയക്കുള്ള കോഫി എടുക്കാനായി അടുക്കളയിലേക്ക് വന്ന യാമിയെ കണ്ടതും സരസ്വതിയമ്മ അവളോട് പറഞ്ഞു. ലിയക്ക് കോഫി കൊടുത്തില്ല അമ്മ. യാമി ഒരു ചിരിയോടെ അവരോട് പറഞ്ഞു. അതൊക്കെ ഞാൻ കൊടുത്തോളാം, നീ അങ്ങോട്ട് ചെല്ല്.
ഒരു കപ്പ് കോഫി അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞതും യാമി പിന്നെ കൂടുതൽ എതിർപ്പൊന്നും പറയാതെ ആ കോഫിയുമായി റൂമിലേക്ക് നടന്നു. അവരിനി കോഫി തന്നില്ലെങ്കിൽ കൂടി ശിവയ്യ ആ റൂമിലുണ്ടെങ്കിൽ അവനൊപ്പം നിൽക്കുന്നതാണ് അവളുടെ മനസ്സിന് തിടുക്കം കൂട്ടുക. ലിയ ഇരിക്കൂട്ടോ, ഞാനിപ്പോൾ വരാം. ഹാളിൽ ഇരിക്കുന്ന ലിയയെ നോക്കി ചെറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് യാമി പടികൾ കയറി. യാമി 1 മിനിറ്റ്. ലിയ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. ഇതൊന്ന് സാറിന് കൊടുക്കോ? ഇറങ്ങുമ്പോൾ എടുക്കാൻ വിട്ടുപോയതാ. ശിവയുടെ ബ്ലൗസറും ലാപ്പ് അടങ്ങിയ ബാഗും യാമിക്ക് നേരെ നീട്ടി മനോഹരമായ ഒരു ചിരിയോടെ അവൾ പറഞ്ഞതും യാമി അത് വാങ്ങിയൊരു ചിരിയോടെ തന്നെ റൂമിലേക്ക് തടന്നു. ഡോർ തുറന്ന് റൂമിലേക്ക് കയറിയതും കാണുന്നത് ധരിച്ചിരുന്ന ഷർട്ടിൻ്റെ ബട്ടൺസ് മുഴുവൻ തുറന്നിട്ട് കാലിന്മേൽ കാല് കയറ്റി വെച്ച് ഫോൺ നോക്കി ബെഡിൽ മലർന്ന് കിടക്കുന്നവനെയാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ ഈ ലാപ്പും ബ്ലേസറൊക്കെ എടുത്തിട്ട് വന്നൂടെ? അതൊക്കെ എന്തിനാ ലിയെ ഏൽപ്പിക്കുന്നത്? കയ്യിൽ ലാപ്പും ബ്ലേസറും സെഡ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവൾ അവനോട് ചോദിച്ചതും ഫോണിൽ നോക്കി കിടന്നവൻ്റെ കണ്ണുകൾ അതേ കിടപ്പിൽ തന്നെ അവൾക്ക് നേരെ നീണ്ടു. ശിവയുടെ കണ്ണുകൾ അവളെ ആകെ മൊത്തം ഒന്ന് നോക്കി കൊണ്ടെത്തി നിന്നത് ഭംഗിയുള്ള അവളുടെ കാൽപാദത്തിലായിരുന്നു. കോഫി എനിക്കല്ലല്ലോ? ശിവ അവളെ നോക്കിക്കൊണ്ട് തന്നെ ബെഡിൽ നിന്നും ഒന്ന് ഉരുണ്ടുകൊണ്ട് ചോദിച്ചു. അല്ല, ഇതെനിക്കാ. അല്ലെങ്കിൽ തന്നെ നിനക്ക് കോഫി കൊണ്ടുവരാം. നീ എൻ്റെ ആരാ? യാമി അവനെ നോക്കി ചോദ്യോടെ ചോദിച്ചു. രാവിലെ താൻ ദേഷ്യം പിടിപ്പിച്ചതിലുള്ള കൊട്ടാണ് ഈ തന്നത് എന്ന് അവന് മനസ്സിലായതും അവനൊരു ചിരിയോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടതും യാമി വേഗം കോഫി കപ്പ് ചുണ്ടോട് ചേർത്തൽപ്പം കുടിച്ചു. ശിവയത് വാങ്ങാനായി കൈ നീട്ടിയപ്പോഴാണ് ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടത്. ഡാ, അകത്തോട്ട് വരാലോ അല്ലേ? ആരാണെന്ന സംശയത്തിൽ നെറ്റി ചുളിച്ച് ഡോർ തുറക്കാൻ ചെല്ലുമ്പോഴാണ് സച്ചുവിൻ്റെ പതുങ്ങിയുള്ള ചോദ്യം കേട്ടത്. ഹാ വാ. സച്ചു ആണെന്ന് മനസ്സിലായതും ശിവ അലസമായി പറഞ്ഞു. സച്ചു ഡോർ തുറന്ന് അകത്തേക്ക് കയറി. നീ 24 മണിക്കൂറും ഇതിനകത്ത് തന്നെയാണോടെ നാറി? ഒരു ഇളിയോടെ റൂമിലേക്ക് കയറിയവനെ കാണെ ശിവ അവനെ നോക്കി കെറുവോടെ ചോദിച്ചു. ഒന്ന് പോടാ, അന്ന് കണ്ടതിൽ പിന്നെ ഇന്നാ ഞാൻ ഇവളെ ഒന്ന് കാണുന്നത്, അറിയോ നീ? അല്ലെങ്കിൽ തന്നെ ഈ സ്നേഹവും സ്നേഹിക്കുന്ന പെണ്ണിനെ ഒന്ന് കാണാൻ പറ്റാതെ വരുമ്പോഴുള്ള പിടപ്പൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല അല്ലേ യാമി? കുഞ്ഞോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് യാമിയെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് സച്ചു ചോദിച്ചു. അതില്ല, പക്ഷേ ഇവൻ്റെ ഈ സ്വഭാവത്തിന് സ്നേഹവും പെണ്ണും ഒന്നും ഇല്ലാത്തത് സച്ചുവേട്ട നല്ലത്. എങ്ങാനും ഇവൻ്റെ പ്രേമത്തിൽ വീണൊരു പെണ്ണ് വന്ന ആ പെണ്ണിൻ്റെ ഒരവസ്ഥ ഹോ, ആലോചിക്കാൻ പോലും വയ്യ. യാമി ശിവയെ ഇടങ്ങണ്ണിട്ട് നോക്കി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അത് സത്യം, ആ അവസ്ഥ ഞാനും ആലോചിച്ചിട്ടുണ്ട്. സച്ചു ചിരിയോടെ യാമിയുടെ ഭാഗം പറഞ്ഞു. ഓ, തൽക്കാലം എൻ്റെ കൂടെ ജീവിക്കുന്നവളെ ഓർത്ത് നിങ്ങൾ രണ്ടാളും ബുദ്ധിമുട്ടണ്ട. സ്നേഹിക്കാനും സ്നേഹിക്കുന്നവളെ കൂടെ നിർത്താനും എനിക്കറിയാം. യാമിയെ ഒരു കെറുവോടെ ഒന്ന് നോക്കിക്കൊണ്ട് ശിവ പറഞ്ഞു. കൂടെ നിർത്താമെന്ന് നീ പറഞ്ഞാലും ആ വരുന്നവളുടെ ഒരവസ്ഥ അത് ആലോചിക്കാനേ എനിക്ക് വയ്യ. യാമി പിന്നെയും വിഷമത്തോടെ പറഞ്ഞതും ശിവയുടെ മുഖം തെല്ലൊന്ന് കൂർത്തു. അതെനിക്കും ആലോചിക്കാൻ വയ്യ. അല്ല, എവിടെ ഇന്ന് കോഫി ഇല്ലേ? സച്ചു യാമിക്ക് സപ്പോർട്ടായി പറഞ്ഞുകൊണ്ട് ചുറ്റുമൊന്ന് നോക്കിയതും ശിവ നിമിഷ നേരം കൊണ്ട് യാമിയുടെ കയ്യിൽ നിന്നും ആ കോഫി കപ്പ് വാങ്ങി ചുണ്ടോട് ചേർത്തു. തെണ്ടി, ഇങ്ങനെ തന്നെ ചെയ്യണമടാ. സച്ചു കെറുവോടെ പറഞ്ഞുകൊണ്ട് യാമി കൊണ്ടുവച്ച പലഹാരത്തിൽ നിന്നും ഒന്നെടുത്ത് കടിച്ചുകൊണ്ട് അവിടെ കസേരയിലിരുന്നു. ഞാൻ കോഫി എടുത്തിട്ട് വരാം. അവിടെ സംസാരം കേട്ട് നിന്ന കുഞ്ഞോളൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഡോർ ചാരി താഴേക്ക് നടന്നു. യാമി ഇരിക്കടോ, കമ്പനിയിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, നീ കോഫി കുടിച്ചോ? സച്ചു ചിരിയോടെ അവളോട് തിരക്കി. ആ ചോദ്യം കേൾക്കെ യാമിയുടെ കണ്ണുകൾ ശിവയെ ഒന്നും നോക്കിയെങ്കിലും താൻ ഈ നാട്ടുകാരനല്ലേ എന്നൊരു ഭാവത്തിൽ കോഫിയും കുടിച്ച് നിൽപ്പാണവൻ. ഞാൻ കുടിച്ചു. സച്ചുവേട്ടൻ എപ്പോഴാണ് വന്നേ? നാളെയല്ലേ വിവാഹത്തിൻ്റെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നേ? കഴുത്തിൽ ഷാളൊന്ന് നേരെ ഇട്ട് കൊണ്ടവൾ ചിരിയോടെ തിരക്കി. അതെ, യാമി വരില്ലേ? അതോ നിങ്ങളുടെ കമ്പനിയുടെ ആദ്യ നഷ്ടത്തിൻ്റെ ദുഃഖാചരണം വല്ലതും നടക്കുന്നുണ്ടോ? സച്ചു ഒരു തമാശയായി അവളോട് ചോദിച്ചു. അങ്ങനെ ഒരു തോൽവി കൊണ്ടൊന്നും ഞങ്ങൾ തളർത്താൻ ഒരു US കമ്പനിക്കും പറ്റില്ല സച്ചുവേട്ടാ. ഇന്ന് നഷ്ടമായിട്ടുണ്ടെങ്കിൽ നാളെ അത് തിരിച്ചു പിടിക്കാനും ഞങ്ങൾക്കറിയാം. യാമി ഒരു ചോദ്യോടെ എന്ന തമാശയായി തന്നെ സച്ചുവിനെ നോക്കി പറഞ്ഞു. ഉവ്വ്, ഇനി നിങ്ങൾ കുറേ തിരിച്ചു പിടിക്കും. ശിവ ഒരു തലയാട്ടിലൂടെ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് പ്ലേറ്റിൽ നിന്നും ഒരു പലഹാരം എടുത്ത് കഴിച്ചു. തിരിച്ചു പിടിക്കും? യാമി അവനെ നോക്കി ചോദിച്ചു. തിരിച്ചു പിടിക്കടി മാമി, അത് കാണാൻ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അവളുടെ കവിളിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തിക്കൊണ്ടവനൊരു താളത്തിൽ പറഞ്ഞു. വെട്ടിനു വെട്ട്, കുത്തിന് കുത്തി എന്ന രീതിക്കാണ് അവരുടെ സംസാരം എങ്കിലും രണ്ടു പേരുടെയും കണ്ണുകളിൽ ദേഷ്യമോ വെറുപ്പോ കാണുന്നില്ലെന്ന് സച്ചു ചെറിയൊരു സംശയത്തോടെ ഇടങ്ങണൽ ശ്രദ്ധിച്ചു.
ചക്കയിട്ടപ്പം മുയൽ ചത്തു എന്ന് പറയും കൂട്ട് ഒരു പ്രൊജക്റ്റ് കിട്ടിയതിന് ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കാതെ മോനെ ശിവരുദ്ധേ. അഹങ്കാരം ഇത്തിരി ഒരു പൊടിക്ക് കുറയ്ക്ക്. മറുഭാഗത്ത് നിൽക്കുന്നത് നിന്റെ അച്ഛനാണ്, അത് ഓർമ്മ വേണം അല്ലേ സച്ചുവേട്ടാ? യാമി ഒരു ചൊടിയോടെ ചോദിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് നടന്നു. ഒപ്പം ശിവയുടെ മുഖത്ത് താൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഭാവമാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നും അവൾ ശ്രദ്ധിച്ചു. പക്ഷേ അവനിൽ അങ്ങനെ പ്രത്യേക മാറ്റങ്ങളൊന്നും അവൾ കണ്ടില്ല. യാമിക്ക് കോഫി വേണ്ടേ? വാ, ഞാൻ എടുത്തിട്ടുണ്ട്. റൂമിൽ നിന്നിറങ്ങിയ യാമിയെ കണ്ടതും കോഫിയുമായി വന്ന കുഞ്ഞോൾ അവളെ റൂമിലേക്ക് തന്നെ വിളിച്ചു. ഇല്ല, നിങ്ങൾ കുടിക്ക്. ലിയ അവിടെ തനിച്ച, ഞാനങ്ങോട്ട് ചെല്ലട്ടെ? യാമി ചിരിയോടെ പറഞ്ഞു. ഇല്ല യാമി, ലിയ പോയി, നീ വാ. പോയോ? യാമി താഴെ ഹാളിലേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. പോയി. കുഞ്ഞോളൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു. അവൾക്ക് പിന്നാലെ തന്നെ യാമിയും. പിന്നീട് അങ്ങോട്ട് അവർ 4 പേരും തമ്മിൽ ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. മറ്റാരും കേൾക്കാതെ ശബ്ദം അടക്കിയാണ് അവരുടെ സംസാരമൊക്കെ. രാത്രി 8 മണിക്ക് ആയപ്പോഴാണ് സച്ചു തിരികെ പോയത്. വിവാഹ ദിവസം അടുത്തു വന്നതിൻ്റെ എല്ലാ സന്തോഷവും ഉണ്ട് സച്ചുവിൻ്റെയും കുഞ്ഞോളുടെയും മുഖത്ത്. അവർ തമ്മിലുള്ള ഓരോ നോട്ടത്തിൽ പോലും ആ സന്തോഷം കാണാം. യാമി അതൊക്കെ ഒരു കുഞ്ഞു ചിരിയോടെ ശ്രദ്ധിച്ചു. ഇരുവരും തമ്മിൽ സംസാരത്തിനിടെ നോട്ടം മുടക്കുമ്പോൾ പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുഞ്ചിരിയും നാണവും ഒക്കെയായി കാണുന്നവരിലും ആ സന്തോഷം നിറയുന്നത് പോലെ. സച്ചും ശിവയും കുഞ്ഞോളും പുറത്തേക്ക് പോയപ്പോൾ ആ ഒരു പുഞ്ചിരിയോടെയാണ് യാമി ഡോർ ലോക്ക് ചെയ്ത് കുളിക്കാനായി കയറിയത്. 8-10 മിനിറ്റ് ശേഷം കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഡോറിൽ വീണ്ടും ആരോ തട്ടുന്നത്. തല തുത്തി മുഴുമിക്കാൻ കഴിയാതെ അവൾ വേഗം വേഷം മാറി ഡോർ തുറന്നു. എന്താടി മാമി ലോക്ക് ചെയ്തേ? കണ്ണുരുട്ടിയ ഒരു ചൊടിയോടെ ചോദിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി ഡോർ അടച്ചു. നീയല്ലേ സച്ചേട്ടൻ്റെ കൂടെ പോയത്? ഇനിയിപ്പോൾ അതിലായാലല്ലേ തിരിച്ചു വരൂ എന്ന് കരുതി ലോക്ക് ചെയ്തതാ. യാമി തല തോർത്തി മുന്നോട്ട് നടന്നുകൊണ്ട് അവനോട് പറഞ്ഞു. ഓ, അപ്പം എന്നെ പറഞ്ഞയക്കാൻ തിടുക്കം മൂത്ത് നിൽക്കുമായിരുന്നു അല്ലേ നീ? കുളി കഴിഞ്ഞ് ചെറു നനവോടെ മനം മയക്കുന്ന ഒരു സുഗന്ധത്തോടെ മുന്നിൽ നിൽക്കുന്നവളെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടവൻ ചോദിച്ചു. പിന്നെ ഞാൻ ഇവിടുന്ന് തള്ളി പുറത്താക്കിയിട്ടല്ലേ എൻ്റെ മുൻ ദിവസം പാതിര വരെ കണ്ട പാടത്തും പറമ്പിലും പോയി കിടക്കുന്ന എഴുന്നേറ്റ് വരുന്നേ? അവൾ മൂർച്ചയോടെ അവനെ നോക്കി ചോദിച്ചു. അങ്ങനെ നടക്കാത്ത സ്വപ്നമൊന്നും എൻ്റെ മോള് കാണണ്ട, ശിവ അവൾക്ക് അടുത്തേക്ക് വന്ന് പറഞ്ഞു. എന്തോ പതിവ് പോലെ വഴക്കിടുകയാണെങ്കിലും അവൻ്റെ കണ്ണുകൾ അവളിലാകെ അത്രമേൽ ഇഷ്ടത്തോടെ അലഞ്ഞു തിരിയുന്നുണ്ട്. ഒന്ന് ചേർത്ത് പിടിക്കാനും ഉമ്മ വയ്ക്കാനുമൊക്കെ മോഹം കൂടുന്നത് പോലെ. എനിക്കങ്ങനെ ഒരു സ്വപ്നവും ഇല്ല. എൻ്റെ മോൻ കുളിച്ചില്ലല്ലോ, പോയി കുളിച്ചിട്ട് വാ, ഞാൻ താഴേക്ക് പോവുക. യാമി മൂടി തോർത്തിക്കൊണ്ട് തന്നെ അവൻ അരികിൽ നിന്നും തിരിഞ്ഞു നടന്നുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. നീ എന്താ നേരത്തെ പറഞ്ഞത്? ഞാൻ കെട്ടുന്നവൾ എൻ്റെ കൂടെ ജീവിക്കാൻ പാടുപെടുമെന്നോ? മുന്നോട്ട് നടന്നവളെ പിന്നോട്ടേക്ക് തന്നെ വലിച്ച് അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ടവൻ ചോദിച്ചതും യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ചെറു തണുപ്പുള്ള ദേഹം തന്നോട് ചേർന്ന് നിന്നതും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഒരു പിടപ്പോടെ പരതി. പറഞ്ഞത് സത്യമല്ലേ? നിന്റെ കൂടെ ജീവിക്കാൻ ആരായാലും കുറച്ചധികം പാടുപെടും. യാമി അവൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. ശരിക്കും? ശിവ അവളെ ഒരല്പം കൂടെ തന്നിലേക്ക് വലിച്ചു പിടിപ്പിച്ചുകൊണ്ട് പ്രത്യേകമായൊരു ഭാവത്തോടെ സ്വകാര്യമായി ചോദിച്ചു. യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി. അവളുടെ ചുണ്ടിൽ ഇപ്പോൾ ഒളിച്ചു പിടിച്ചൊരു ചിരിയുണ്ട്. ശരിക്കും കഷ്ടപ്പെടും, അവളൊരു കുഞ്ഞു ചിരിയോടെ പറഞ്ഞു. ഇത്തിരി കഷ്ടപ്പാടൊക്കെ സഹിക്കാൻ അവൾ റെഡിയാണെങ്കിലോ? അവളിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ അവൻ ചോദിച്ചു. എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് സഹനശക്തിയുള്ളൊരു പെണ്ണുണ്ടോയെന്ന്. ഇല്ലേ? ശിവയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ അല്പം ഒന്ന് മുറുകി. കൈയെടുക്ക്. യാമി അവൻ്റെ കയ്യിൽ നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അങ്ങനെ ഒരു പെണ്ണുണ്ടോ ഇല്ലയോ എന്ന് പറ, എന്നിട്ട് കൈയെടുക്കാം. ശിവ അവൾ പറഞ്ഞ അതേ രീതിയിൽ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആദ്യം എനിക്കെങ്ങനെ അറിയാനാ? നീയല്ലേ ഒരുത്തിയെ കണ്ടെത്തണം, ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു എന്നൊക്കെ പറഞ്ഞത്. യാമി കെറുവോടെ അവനെ നോക്കി. ശരി, എങ്കിൽ പറ, നീയാണെങ്കിൽ എന്നെ സഹിക്കോ? കവളിൽ നാക്കു മുഴുമിച്ചു കൊണ്ടുള്ള അവൻ്റെ കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചതും യാമിയുടെ ചുണ്ടിലും അതിമനോഹരമായ ചിരി മിന്നിവാനു. ഇല്ല, യാമി പെട്ടെന്ന് പറഞ്ഞു. സഹിക്കില്ല? ശിവ ചോദ്യത്തോടെ അവളെ നോക്കി. ഒട്ടും സഹിക്കില്ല, യാമി തീർത്തും പറഞ്ഞു. ഒപ്പം കയ്യിലുണ്ടായിരുന്ന നനഞ്ഞ ടവൽ അവൻ്റെ കഴുത്തിലൂടെ ഇട്ട് അവനെ ഒരൽപ്പം അവളുടെ അടുത്തേക്ക് കുനിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിലും നമ്മൾ തമ്മിൽ സെറ്റാവില്ല. ശിവയെ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി കുറച്ചു നേരം അങ്ങനെ നിന്നെങ്കിലും പിന്നെ പതിവിലെ അലസതയോടെ പറഞ്ഞുകൊണ്ടവൾ കഴുത്തിലിട്ട തോർത്തിൻ്റെ ഒരു തലപ്പ് ഷോൾ പോലെ തോളിലേക്കിട്ട് അലസമായി പറഞ്ഞു.
അത് കേട്ടപ്പോൾ യാമിയുടെ കണ്ണൊന്ന് അവന് നേർക്കു കൂർത്തു. എന്തേ? കണ്ണു കൂർപ്പിച്ച് നോക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചു. ഒന്നുമില്ല. പൊന്നുമോൻ കുളിക്കുന്നുണ്ടെങ്കിൽ പോയി കുളിച്ചിട്ട് വാ, അല്ലെങ്കിൽ എന്നെ ഒന്ന് വിട്, എനിക്ക് അങ്ങോട്ട് പോകണം. യാമി അവനെ പിന്നോട്ട് തള്ളിക്കൊണ്ട് ചൂടിയോടെ പറഞ്ഞു. നിന്നെ എങ്ങോട്ട് വിടാനും തോന്നുന്നില്ലല്ലോ മാമി. അവൻ അവളെ നോക്കി ഒരു കള്ളച്ചിരിയോടെ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത്? യാമി ആ പറഞ്ഞത് വ്യക്തമായി കേൾക്കാതെ അവനെ നെറ്റി ചുളിച്ചു നോക്കി. എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോന്ന് പറഞ്ഞതാണെൻ്റെ പൊന്നോ. ഹോ, ചെവിയും കേൾക്കില്ലേ? ശിവ ഒരു ദീർഘശ്വാസത്തോടെ അവളെ വിട്ടയച്ചുകൊണ്ട് പറഞ്ഞു. തെണ്ടി, പോകാൻ നിന്ന എന്നെ പിടിച്ചു നിർത്തിയിട്ടിപ്പോൾ പറയുന്നത് കേട്ടില്ലേ? എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ പൊന്നേന്ന്, വെട്ടുപോത്ത്. എന്തോ താൻ അങ്ങോട്ട് പോയി ശല്യം ചെയ്യുമായിരുന്നു എന്ന മട്ടിൽ ബാത്റൂമിലേക്ക് കയറുന്നതിനെ നോക്കി യാമി പിറുപിറുപ്പോടെ റൂമിൽ നിന്നും ഇറങ്ങി. ശിവ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ എന്നത്തെയും പോലെ രാത്രി എല്ലാവർക്കും ഒപ്പം കഴിക്കാനിരിക്കാൻ യാമിക്കാകെ ഒരു വല്ലായ്മയായിരുന്നു. അതുകൊണ്ട് അവൾ വിശപ്പില്ലെന്ന് പറഞ്ഞ് അവർക്കൊപ്പം ഇരുന്നില്ല. കുളി കഴിഞ്ഞ് ശിവ താഴേക്ക് വരുമ്പോൾ അവിടെ എല്ലാവരും കഴിക്കാനിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ യാമി ഇരിക്കുന്നില്ല. അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അവൾ ഇന്ന് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കുകയും ചെയ്തു. എങ്കിലും അവൻ ആരെയും നോക്കാതെ ഒന്നും മിണ്ടാതെ നേരെ അടുക്കളയിലേക്ക് നടന്നു. ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് യാമി, എൻ്റെ മനസ്സിലൊരു സംശയമാണ്. നമ്മൾ വെച്ച ടെൻഡർ എമൗണ്ട് ചോർത്തി കൊടുത്ത് ഭർത്താവിൻ്റെ സ്നേഹം നേടാനെങ്ങാനും നോക്കിയോ നീ? അടുക്കളയിലേക്ക് നടന്നു നീങ്ങിയ ശിവയെ നോക്കി എന്ന യാമിയോട് ചോദിക്കും പോലെ ഒരു തരം കൂർമ്മതയോടെ അജു ചോദിച്ചതും യാമി വല്ലാത്തൊരു പകപ്പോടെ അവനെ നോക്കി. ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നവൻ്റെ കണ്ണുകൾ അജുവിൻ്റെ ആ ചോദ്യത്തിലൊന്ന് ചുരുങ്ങി. ഇനി എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ചിന്തയിൽ പല്ല് ഞെരിച്ച് മുന്നോട്ട് നടക്കാതെ അവൻ അവിടെ തന്നെ നിന്നു.